ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ആ ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കും അഞ്ജുനും ചേട്ടനും 3 പേർക്കും എന്തെങ്കിലുമൊക്കെ ഇത്തിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ, എല്ലാം കൂടെ ഒരു ദിവസത്തേക്ക് വെക്കാതെ ഇന്ന് നമുക്കൊന്ന് പോയി നോക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് നമുക്ക് ഓൾട്ടർ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് നേരത്തെ എടുക്കണമെങ്കിൽ ഓൾട്ടർ ചെയ്യാനൊക്കെ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോന്നേക്കുന്നത്. അഞ്ജുന് ഭയങ്കര നിർബന്ധം ചാലക്കുടിയിലുള്ള മാക്സ് ഷോപ്പിൽ പോവാ. അത് കേട്ടിട്ടുണ്ട് നല്ല ഷോപ്പാന്ന്. പിന്നെ മിഡുവാൻഡി ഒക്കെ പറഞ്ഞ് അഞ്ജുന് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കയറി കേട്ടോ. അപ്പൊ അഞ്ജും ചേട്ടനും അവർക്കുള്ളത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ നോക്കിയപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ കണ്ടില്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തില്ല അധികം. പക്ഷെ അഞ്ജും ചേട്ടനും ഇവിടെ നോക്കി അവർക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയ അങ്ങനത്തെ ടീഷർട്ടുകൾ, അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഫൈനലി അഞ്ജുന് ഇഷ്ടമുള്ള 2-3 ടീഷർട്ടും ഷർട്ട് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പാന്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, സെലക്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടനായാലും ചേട്ടന് വേണ്ട 1-2 ടീഷർട്ടും ഒരു പാന്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തില്ല, കാരണം ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി നോക്കാന്ന്. അപ്പൊ അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ടയേർഡായി. ഇപ്പോഴേക്കും ഉച്ച സമയമായി, നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇതാ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ടറായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ചിക്കൻ നഗറ്റ്സും വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇപ്പം ഗ്രീൻ സോസും ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടി ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ടറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മുടെ ഫുഡ് എത്തി. അപ്പൊ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ പറഞ്ഞു. അപ്പൊ അഞ്ജുന് ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞ് 5 ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് രുമാൽ റൊട്ടി മതി എന്ന് പറഞ്ഞ് ഞാൻ അതെടുത്ത. ചേട്ടൻ പൊറോട്ട വാങ്ങിച്ചിരിക്കുന്നത്. അതിന്റെ ഒപ്പം നമ്മൾ ചിക്കൻ കറിയും ഓർഡർ കൊടുത്തായിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ അവിടുന്ന് ഓട്ടോ പിടിച്ച് രംഗീലയിലേക്ക് പോകണം. ചാലക്കുടിയിലുള്ള രംഗീല എന്നുള്ള ഷോപ്പിലേക്കായിട്ട് പോകുന്നത്. അവിടുന്ന് ഞാൻ കഴിഞ്ഞ വർഷം ചുരിദാറൊക്കെ എടുത്തു. അതിന്റെ മെറ്റീരിയൽ നല്ലതായിരുന്നു. അത് മാത്രമല്ല അവിടെ നമുക്ക് ഏറ്റവും നല്ലൊരു സൗകര്യം അവർ തരുന്നത് ഫ്രീ ഓൾട്ടറേഷൻ ആണ്. അത് എല്ലാ ഷോപ്പുകളിലും നമുക്ക് കിട്ടാറില്ല. അത് നമുക്ക് പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ഓൾട്ടർ ചെയ്ത് തരും. അല്ലെങ്കിൽ അധികമൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ വഴി വിളിപ്പിക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നാട്ടിൽ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ പല ഡ്രസ്സുകളും നമുക്ക് ചിലപ്പോൾ ചെറുത് വലുത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ അഡ്ജസ്റ്റ്മെന്റും അവർ ചെയ്തു തരാൻ തയ്യാറാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ എടുത്ത ചുടിദാറിന് മെറ്റീരിയലിനൊന്നും ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇപ്പോഴും അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. വാഷ് ചെയ്യുമ്പോൾ കളർ പോവേ അല്ലെങ്കിൽ ഷ്രിങ്കാവേ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കയറിയ ആ ഷോപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞെന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടേക്കാണ് കൂടുതൽ എനിക്ക് താല്പര്യം പോകാനായിട്ട്. പിന്നെ ചാലക്കുടി നമ്മൾ കഴിഞ്ഞ വർഷം സാറ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയായിരുന്നു കുറച്ച് ചുരിദാർ ഐറ്റംസ് ഒക്കെ. അതും നല്ലതായിരുന്നു കേട്ടോ. അപ്പൊ അവിടെയും എന്തെങ്കിലും പോകണം സമയം കിട്ടുമ്പോൾ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം തീർത്ത് ഞങ്ങളിതാ ഇനി വീട്ടിലേക്ക് തിരിക്കണം. പിന്നെ പോകുന്ന വഴിക്ക് നമ്മള് കോട്ടാറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ വർഗീസേട്ടന്റെ ബാഗ് കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് ബാഗോ അല്ലെങ്കിൽ സൂട്ട് കേസ് കാര്യങ്ങള് അങ്ങനത്തെ അല്ലെങ്കിൽ കൊട അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നത് ഞങ്ങൾ സാധാരണ ആ കടയിൽ നിന്നാണ്. അപ്പൊ പതിവ് പോലെ എല്ലാ വർഷവും ഞങ്ങൾ ഈ കടയിൽ വരാറുണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ ഈ വർഷം ഇതേപ്പോ വന്നിരിക്കണം. അപ്പൊ ഈ വർഷം ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ടത് ഒരു സൂട്ട് കേസ് ആണ്. കാരണം ഞങ്ങളുടെ കയ്യിലുള്ള സൂട്ട് കേസിന്റെ ഹാൻഡിലൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും പുതിയതൊരെണ്ണം വാങ്ങിക്കുക, പിന്നെ പഴയതിന്റെ ഹാൻഡിലും ഒന്ന് ശരിയാക്കണം. അപ്പൊ പുതിയ ഒരു സൂട്ട് കേസ് ഇപ്പൊ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പഴയത് നമുക്ക് വേറെ ഏതെങ്കിലും ദിവസം കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ഇന്നത്തെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് തിരിച്ചു പോകണം കേട്ടോ. അപ്പൊ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്നലെ വന്നെങ്കിലും രാത്രിയായി വന്നപ്പോ അപ്പൊ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ആകെ ടയേർഡായിരുന്നു. അപ്പൊ ഞാനിത് നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പൊ വാങ്ങിച്ച ഐറ്റം കാണാൻ നിങ്ങൾക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവും എന്നറിയാം. അപ്പൊ ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഓൾറെഡി നിങ്ങൾ കണ്ടതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നതും എടുക്കുന്നതൊക്കെ. ഞാൻ വേഗം കാണിച്ചു തരാം. ഇതാ അഞ്ജുന് വാങ്ങിച്ചിരിക്കുന്ന പള്ളിയിലേക്കൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു ചെറിയ ഷോൾ വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 399 രൂപ. അങ്ങനത്തെ ഒരു ഷോള് അഞ്ച് സെലക്ട് ചെയ്തേക്കുന്ന കേട്ടോ. 5 ലക്ഷത്തിന് 5 സെലക്ട് ചെയ്തിരിക്കുന്ന ഷോളാണ്. ജസ്റ്റ് ഇങ്ങനത്തെ ചെറുതായിട്ടുള്ളൊരു ഷോള്. പിന്നെ അതേ അടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് ഒരു ടീഷർട്ടാണ്. ടീഷർട്ടുകൾ വീട്ടിലിടാൻ പറ്റിയ ഡെയിലി വെയറിനൊക്കെ പറ്റിയ ടീഷർട്ടുകളാണ് 5 കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 250 രൂപ കേട്ടോ. നമ്മൾ മാക്സിന്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അവിടെ വേറെ ഷോപ്പിൽ കയറിയായിരുന്നു, പക്ഷെ അവിടെ നിന്ന് അത്രയ്ക്ക് അഞ്ചോട് ഇഷ്ടപ്പെട്ട് കിട്ടിയില്ല. അപ്പൊ അതേ ഇത് അഞ്ചോടെടുത്തിരിക്കുന്നത്. ഇത് 5 സെലക്ട് ചെയ്തിരിക്കുന്ന അടുത്തൊരു ടീഷർട്ട് ഗ്രീൻ കളറ്. ഇതിന്റെ റേറ്റ് വരുന്നത് 399 രൂപ. ഇത് നല്ല കോട്ടൺ ക്ലോത്ത് ആട്ടോ. നല്ല സുഖമുണ്ട്. അങ്ങനെ പിടിക്കാൻ നല്ല പ്യുവർ കോട്ടൺ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് വേറൊരു ടീഷർട്ട്. ഇതൊക്കെ ഡെയിലി വെയറിന് ഉപയോഗിക്കാൻ പറഞ്ഞ് വാങ്ങിയതാ. ജസ്റ്റ് നമുക്ക് ട്രെയിനിലിടെ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ജേർണിക്കൊക്കെ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ. അപ്പോൾ ഇതും നല്ല ഇഷ്ടമായി ഞങ്ങൾക്ക്. കളറും ഡിസൈൻ പ്രിൻ്റൊക്കെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നു അങ്ങനെ തന്നെ 400 രൂപ കേട്ടോ. ഇതിൻ്റെ റേറ്റ് 400 രൂപ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. 199.
ഇത് ഞങ്ങൾ ചാലക്കുടിയുള്ള മാക്സിന്ന് എടുത്തതാണ്. ഇത് അടുത്ത ടീഷർട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് പുറത്തേക്കുള്ള അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ അധികം വേണ്ട, വീട്ടിലെടുത്ത് മതി. കാരണം പുറത്തേക്കുള്ള ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് അതിനോട് അത്രയ്ക്ക് നോട്ടല്ലായിരുന്നു. ഇത് അങ്ങനത്തെ വീട്ടിലിടുന്ന ആൾ മെയിൻലി വേണമെന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെ സെറ്റായിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 799 രൂപ. പക്ഷേ ഇത് നല്ല നല്ല പ്യുവർ കോട്ടൺ ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ പാൻസും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റും ഉണ്ട് ഇതിൻ്റെ ഒപ്പം. നല്ല കോട്ടൺ ടൈപ്പ് പാൻറ്റും ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനെ സെറ്റായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് അഞ്ചുന് പുറത്തേക്കൊക്കെ ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഷർട്ട് ടൈപ്പ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 രൂപ. ഇതൊക്കെ മാക്സിൽ അവൈലബിൾ ആണ് കേട്ടോ. പല സൈസിലുള്ളതുണ്ട്. ഞങ്ങൾ ചാലക്കുടി മാക്സിൽ കയറാമെന്ന് വെച്ചാൽ അവിടെ നിന്ന് കയറിയെടുത്ത് അഞ്ചുനായാലും ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ അതാണ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇത് ഒരു ബ്ലാക്ക് കളറിലെ പാൻറ്റ്. ഇത് ചേട്ടൻ എടുത്തിരിക്കുന്നതാണ്. ചേട്ടന് വേണ്ടിയിട്ട് നല്ല പാൻറ്റ് കേട്ടോ. നല്ല നല്ല മെറ്റീരിയൽ. ഇതിൻ്റെ റേറ്റ് 1199, 1200 എന്ന് പറയാം. നല്ല ഈ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് കളറിൽ എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ചെയിൻ സിബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുണ്ട് സിബ്, നമുക്ക് അടയ്ക്കാവുന്ന അങ്ങനത്തെ സിബായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഞാൻ അഞ്ചൂൻ്റെ എന്ന് പറഞ്ഞ് കാണിച്ച ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ, ബ്ലാക്കും ഗ്രീനും ചേട്ടന് വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. ബ്ലാക്കും ഗ്രീനും. അഞ്ചൂന് എടുത്തിരിക്കുന്നത് ബ്ലൂ, പിന്നെ ഈ ഒരു കളറ്, പിന്നെ ഇത് ലൈറ്റ് ബ്ലൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ ഷോപ്പിംഗ്. ഇനി എൻ്റെ ഷോപ്പിംഗ് കൂടെ കാണിച്ചത്. അപ്പം ഇനി അടുത്തത് എൻ്റെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതേ ഫസ്റ്റ് ഐറ്റം ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ നമുക്കവർ ഞാൻ വാങ്ങിച്ചത് രംഗീല എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. ചാലക്കുടിയിലുള്ള രംഗീലയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അവിടെയാകുമ്പോൾ നമുക്ക് അവർ തന്നെ ഓൾട്ടർ ചെയ്ത് തരും. ഫ്രീ ആയിട്ട് ഓൾട്ടറേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ തന്നെ എനിക്ക് റെഡിയാക്കി തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 790. പിന്നെ എടുത്ത ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഇതാട്ടോ. ഇതിങ്ങനെ കുറച്ച് ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയലാണ്. ഇത് ഫുൾ ഓൾ ഓവർ ഇത് തന്നെ കേട്ടോ. കളറും പ്രിൻറ്റും എല്ലാം ഇങ്ങനെയാണ്. ഡിസൈനൊക്കെ ഇത് തന്നെ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സൊക്കെ ഈ രീതിയിൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 690. ഇങ്ങനെ ഒരു ടോപ്പ് എടുത്തു. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ളൊരു ഷോളും പാൻറ്റും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും കൂടി എടുത്തിട്ടുണ്ട്. പാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ഗ്രീൻ കളറ് ഇതിനൊപ്പം മാച്ചിങ് ആയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 290. ഫുള്ളി ഇലാസ്റ്റിക് ആയിട്ടുള്ളത് കേട്ടോ. നല്ലതാണ്, അടിപൊളിയായിട്ട്. ഇവിടെ ഒരു റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഷോൾ വാങ്ങിയിട്ടുണ്ട്. ഷോളും മാച്ചിങ് ഒരു ഷോൾ എടുത്തു. ഷോളിന് 200 rupees. അങ്ങനെ ഇത്ര ഐറ്റംസ്. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതെല്ലാം രംഗീലയിൽ നിന്നാണ്, മാക്സിൽ നിന്നാണ്. പിന്നെ എനിക്കൊരു ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ചുരിദാർ. ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ പ്രിൻ്റൊക്കെ ആയിട്ട്. പിന്നെ ബാക്ക് പ്ലെയിൻ ആണ്. ബാക്ക് പ്ലെയിൻ, ഫ്രണ്ടിൽ ഇത് അങ്ങനത്തെ പ്രിൻറ്റും പിന്നെ ഇതേപോലെ ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് കളറിലുള്ള പാൻറ് അല്ല കേട്ടോ. ഈ സെയിം കളർ പാൻറ്റാണ് ഇതിൻ്റെ കൂടെ അവർ കൊടുത്തിരിക്കുന്നത്. പാൻറ് ഇതാണ് ഇതിൻ്റെ കൂടെ ഒരു കൊടുത്തിരിക്കുന്ന പാൻറ്. ഷോളും ഡിസൈൻ ഉണ്ട്. വലിയ വലിയ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഡിസൈൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപ. 1500 രൂപയുടെ ചുരിദാർ. എനിക്ക് കോട്ട് സെറ്റൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്കിഷ്ടപ്പെട്ടത് കണ്ടില്ല. അവിടെ ഉണ്ടായിരുന്നു ഷോപ്പിൽ. പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമായില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നോക്കാമെന്ന് വെച്ചു. ഞാൻ പോകാൻ ദിവസങ്ങളിങ്ങനെ അടുത്തു. അപ്പോൾ വീഡിയോക്ക് ഇനി എന്നത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ UP ചെന്നിട്ടായിരിക്കും വീഡിയോസ് വരാം. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുമ്പ് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ചാൽ അഞ്ചുൻ്റെ അങ്ങനെ തീർത്തു. എൻ്റെയും ഒരു ഹാഫ് തീർന്നു എന്ന് പറയാം. എനിക്ക് സാരി ഒന്നും നോക്കണമെന്നൊക്കെ ഉണ്ട്. അതെപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പോയി നോക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നീട് വരാം. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് പോരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു സ്യൂട്ട് കേസ് വാങ്ങിച്ചു. ഞങ്ങളുടെ സ്യൂട്ട് കേസൊക്കെ ഹാൻഡിലൊക്കെ പോയി ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു പുതിയ സ്യൂട്ട് കേസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ കേട്ടോ. വൈൽഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെയാണ്. ആവശ്യം വലിപ്പമുള്ളൊരു സ്യൂട്ട് കേസ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 3900 രൂപ. നമുക്ക് ഇത്തിരി ഓഫറൊന്നും കിട്ടിയതാണ്. 5000 സംതിങ് കണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ 3900 നമുക്ക് സ്യൂട്ട് കേസ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.
വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.